വളരെ ഗുരുതരമായൊരു പ്രസ്താവനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചാക്കുകെട്ടുകളിൽ നിറച്ച് കള്ളപ്പണം അദാനിയും അംബാനിയും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും നൽകിയിരിക്കുന്നു. അവർക്കിടയിൽ ഒരു ഡീല് നടന്നിരിക്കുന്നു എന്നാണ്. അത് പറയുന്നതാരാണ്? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നു ഒരു വലിയ കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു എന്ന്. അത് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറയേണ്ട ഒരു വിഷയം മാത്രമല്ലല്ലോ. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ അറിവുണ്ടാവണം. അവിടെ നടക്കുന്ന തെറ്റായ ഡീലുകൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനൊക്കെ ബാധ്യതപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം മാത്രമാക്കി ചുരുക്കിയതിൽ അത്ഭുതം കൂറുകയാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി. പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് രാജ്യത്തോടൊരു ഉത്തരവാദിത്വമുണ്ട്. ഏത് തരത്തിലുള്ള കള്ളപ്പണ ഡീൽ നടന്നാലും അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ബാധ്യതപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട നരേന്ദ്രമോദി അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം മാത്രമാക്കി അവസാനിപ്പിച്ചിരിക്കുന്നതിൽ അത്ഭുതം കൊള്ളുകയാണ് ഞാൻ. എന്തായാലും അതൊരു ഗുരുതരമായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ കാര്യം, ഈ അംബാനിയും അദാനിയും ആരാണ്? അംബാനിയും അദാനിയും എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് പോലെ നരേന്ദ്രമോദിയുടെ ഇടം കൈയും വലം കൈയുമാണ്. ഇപ്പോൾ 2002 നരേന്ദ്രമോദി ഗുജറാത്തിൽ വരുന്നത് മുതലാണ് അദാനി എന്ന് പറയുന്ന ഒരു വ്യവസായി വളർന്നു വരുന്നത്. അദാനി എന്ന് പറയുന്ന ഒരു വ്യവസായിയെയും അദാനിയുടെ വ്യവസായ സാമ്രാജ്യത്തെയും രൂപപ്പെടുത്തിയത്, വളർത്തിയതൊക്കെ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിക്ക് അക്കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാത്തൊരു സാഹചര്യം വരികയും കേന്ദ്രത്തിൽ പോയി പ്രമോദ് മഹാജന്റെ കാല് പിടിച്ച് എല്ലാത്തിനും പണം സമാഹരിക്കേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്തപ്പോൾ അദാനി എന്ന് പറയുന്ന ഒരു വ്യവസായിയെ തന്നെ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് തൻ്റെ സാമ്പത്തിക ശക്തിയെ ഉറപ്പിച്ച നേതാവാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദാനിക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള ഔദാര്യങ്ങൾ ചില്ലറയൊന്നുമല്ല. എന്ന് മാത്രവുമല്ല, 2014 അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നതോടുകൂടി അദാനിയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഹ്യൂജാണ്. ഇന്നിപ്പം ഏഷ്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആള് അംബാനിയാണ്, രണ്ടാമത്തെ ആൾ അദാനിയാണ്. ഈ കോവിഡ് അടക്കമുള്ള കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടും അദാനിക്കും അംബാനിക്കും യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവർ അനുദിനം വളരുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ലല്ലോ, ഇന്ത്യയിൽ മാത്രമല്ല, ആസ്ട്രേലിയയിൽ പോയിട്ട് കരാർ നേടിക്കൊടുക്കും അദാനിക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി. ഈ ശ്രീലങ്കയിലെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് അദാനിക്ക് ഒരു പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് അവിടുത്തെ ഒരു മന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിൽ ഇന്റർനാഷണൽ ഡീലും നടത്തും. നമുക്കറിയാമല്ലോ, അദാനിയെക്കുറിച്ച് ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ കൂടിയാണ് മഹുവ മൊയ്ത്ര പുറത്താക്കപ്പെടുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന്. അദാനിയെക്കുറിച്ച് നിരന്തരം ചോദ്യം ചോദിച്ചതിൻ്റെ പേരിലാണ് രാഹുൽ ഗാന്ധിയെ പുറത്താക്കാൻ നീക്കം നടത്തി ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന്. അത്ര കമ്മിറ്റ്മെന്റാണ് അദാനിയോട് നരേന്ദ്രമോദിക്കുള്ളത്. അംബാനിയുടെ കാര്യത്തിലും സ്ഥിതി ഒട്ടും തന്നെ വ്യത്യസ്തമല്ല. അപ്പോൾ അങ്ങനെ തൻ്റെ ഇടങ്കയും വലങ്കയുമായിരിക്കുന്ന രണ്ട് മുതലാളിമാരുമായി രാഹുൽ ഗാന്ധി ഡീല് നടത്തിയിരിക്കുന്നെന്നും രാഹുൽ ഗാന്ധിക്ക് പണം അതിന് പകരമായി നൽകിയിരിക്കുന്നു എന്നും പറയുമ്പോൾ അതിന് വേറൊരു വശം കൂടിയുണ്ടല്ലോ. എന്തിനാണ് രാഹുൽ ഗാന്ധിക്ക് അദാനിയും അംബാനിയും പണം കൊടുക്കുന്നത്? തോറ്റുപോകാൻ പോകുന്നൊരു പാർട്ടിയല്ലേ. അവരേതായാലും സർക്കാരൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നൊരു സംഭവം അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചു. ആ അൺകോൺസ്റ്റിറ്റ്യൂഷണലായ ഒരു ഇടപാടാണ് ഇലക്ട്രൽ ബോണ്ടെങ്കിൽ അത് കള്ളപ്പണ ഇടപാടാണല്ലോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ കള്ളപ്പണ ഇടപാടിലൂടെ ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ച പാർട്ടി ആരാണ്? 8,250 കോടി രൂപയാണ് BJPയുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി. അത്രയും പണം വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയ അത്രയും പണമോ DMKക്ക് കിട്ടിയ അത്രയും പണമോ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ്? കോൺഗ്രസിന് ഈ പൈസ കൊടുത്താൽ വേസ്റ്റ് ആണെന്നുള്ളത് ഈ പറയുന്ന മുതലാളിമാർക്കറിയാം. അതേസമയം തൃണമൂൽ കോൺഗ്രസ് ബംഗാൾ ഭരിക്കുന്ന പാർട്ടിയാണ്, DMK തമിഴ്നാട് ഭരിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം ഉണ്ടാക്കാനും ഈ മുതലാളിമാർക്കറിയാം. അപ്പോൾ തോറ്റുപോകുന്ന ഒരു പാർട്ടിക്ക് എന്തിനാണ് പൈസ കൊടുത്ത്? അപ്പോൾ നരേന്ദ്രമോദി മനസ്സിലാക്കുന്നൊരു കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ കാറ്റുമാറി വീശിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അത് ഭംഗ്യന്തരേണ സമ്മതിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ജയറാം രമേശിൻ്റെ വളരെ കൗതുകരമായിട്ടുള്ളൊരു ട്വീറ്റ് ഉണ്ട്. എന്താണ്? ഹം ദോ ഹമാരേ ദോ. ഇതായിരുന്നല്ലോ കുടുംബാസൂത്രണത്തിൻ്റെ പരസ്യം. ഹം ദോ ഹമാരേ ദോ എന്ന് പറഞ്ഞാൽ നാം രണ്ട് നമുക്ക് രണ്ട്. അപ്പോൾ ഇതായിരുന്നു അദാനിയും അംബാനിയുമായി ബന്ധപ്പെട്ട് പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യം. അതായത് ഞാനും അമിത്ഷായും, നരേന്ദ്രമോദിയും അമിത്ഷായും ഹം ദോ. ഇനി ഹമാരേ ദോ എന്താണ്? അംബാനിയും അദാനിയും. അപ്പോൾ ഇപ്പം അച്ഛൻ തന്നെ മക്കൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. അഥവാ ഫ്രണ്ട്സ് ടേൺസ് ഫോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മിത്രങ്ങൾ ശത്രുക്കളായി മാറിയിരിക്കുന്നു. അത്ഭുതകരമായൊരു കാര്യമാണല്ലോ. ഇനി ഖാർഗെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഖാർഗെ പറയുന്നത് എന്താണ്? ഇവിടെ രണ്ടുപേരാണ് വിൽപ്പനക്കാരായിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയാണത്? നരേന്ദ്രമോദിയും അമിത്ഷായും. എന്നിട്ട് വാങ്ങിക്കാൻ നിൽക്കുന്ന ആരൊക്കെയാണ്? രണ്ടു പേരാണ്. അതാരൊക്കെയാണ്? അംബാനിയും അദാനിയും. ഈ രാജ്യത്തെ എയർപോർട്ടുകൾ മുഴുവൻ സ്വകാര്യവൽക്കരിച്ചില്ലേ? എന്നിട്ട് അതെല്ലാം അദാനിക്ക് കൊടുത്തില്ലേ? അതേപോലെ തന്നെ തുറമുഖങ്ങളെല്ലാം സ്വകാര്യവൽക്കരിച്ചില്ലേ? അതെല്ലാം തന്നെ അദാനിക്ക് കൊടുത്തില്ലേ? എന്ന് മാത്രമല്ല, മൈനിങ്ങിൻ്റെ കാര്യത്തിനകത്ത് അടക്കം എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് അദാനിയെ നിരന്തരം സമ്പന്നനാക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, യഥാർത്ഥ മുതലാളി നരേന്ദ്രമോദിയാണ്. ഈ അദാനി എന്ന് പറയുന്നത് ആ കമ്പനിയുടെ മാനേജർ മാത്രമാണ് എന്ന് പറഞ്ഞതാണ് അരവിന്ദ് കെജ്രിവാളിനോടുള്ള മോഡിയുടെ ഏറ്റവും വലിയ എതിർപ്പെന്ന്
പറയുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അംബാനിക്കും പിന്നെ അദാനിക്കും ഏതെങ്കിലും തരത്തിലൊരു ഡീല് രാഹുൽ ഗാന്ധിയുമായി നടത്തേണ്ടി വരുന്നുവെങ്കിൽ അതുവഴി അവർക്ക് പണം നൽകേണ്ടി വരുന്നുവെങ്കിൽ നിശ്ചയമായും കോൺഗ്രസ് തന്നെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമായി ഒരു അന്തരീക്ഷം രാജ്യത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വരുന്നുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇവർ പൈസ കൊടുക്കുള്ളൂന്നേ. അപ്പോൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഇപ്പോൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തങ്ങളുടെ മിത്രങ്ങളായിരുന്നവർ ഇപ്പോൾ തങ്ങളുടെ ശത്രുക്കളായിരിക്കുന്നു, അവർ ഇപ്പോൾ ശത്രുപാളയത്തിലേക്ക് പോയിരിക്കുന്നു. അവർ ആ ശത്രുപാളയത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം BJPക്കും NDAക്കും ഈ രാജ്യത്ത് മാറി വീശിക്കൊണ്ടിരിക്കുന്ന ആ കാറ്റിനെ കുറിച്ച് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നാളെ അധികാരത്തിൽ വരാൻ പോകുന്ന പാർട്ടിയെ ഇവിടുത്തെ കുത്തകൾ നിശ്ചയമായും സഹായിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് അദാനിയും അംബാനിയും BJPയുടെ ഉത്തമ സുഹൃത്തുക്കളും നരേന്ദ്രമോദിയുടെ ഉത്തമ സുഹൃത്തുക്കളുമായിരിക്കുന്നിടത്തോളം കാലം ഒരു തരത്തിലുള്ള ഡീലും അവർ കോൺഗ്രസുമായിട്ടുണ്ടാക്കില്ല. അപ്പോൾ അത്തരത്തിലൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നരേന്ദ്രമോദി തന്നെ സമ്മതിക്കുന്നുവെങ്കിൽ ഏതാണ്ട് ഖാർഗെ പറഞ്ഞതാണ് അതിൻ്റെ കൃത്യമായ കാര്യം. യഥാർത്ഥത്തിൽ ഈ പ്രസ്താവത്തിലൂടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. റിസൾട്ട് ഹാസ് കം ഔട്ട് എന്നാണ് ഖാർഗെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണെന്ന് ജനങ്ങളോട് വിളിച്ചു പറയുകയാണ് നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി പരാജയം മണത്തു തുടങ്ങിയിരിക്കുന്നു. അഥവാ തനിക്ക് അനുകൂലമല്ല, തൻ്റെ പാർട്ടിക്ക് അനുകൂലമല്ല, തൻ്റെ മുന്നണിക്ക് അനുകൂലമല്ല, തൻ്റെ സർക്കാരിന് അനുകൂലമല്ല ഇന്നത്തെ ഇന്ത്യയിലെ ജനവികാരമെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള പരാജയ ഭീതി ഉള്ള ഒരു നേതാവിൻ്റെ പ്രസ്താവനയായിട്ടാണ് ഞാൻ ഈ പറയുന്ന അലിഗേഷനെ കാണുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. Meet the editors.